നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺസെപ്ഷൻ തിയറീസ് ആണ്. പ്രധാനമായിട്ട് 4 കൺസെപ്ഷൻ തിയറീസ് ആണുള്ളത്. ആബ്സലൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. അതിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആദ്യത്തെ ആബ്സലൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ആണ്. ആബ്സലൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജെ.എം. കെയ്ൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് റൺ കൺസെപ്ഷൻ ഫംഗ്ഷൻ ഓർ കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസെപ്ഷൻ. കൺസെപ്ഷൻ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആബ്സലൂട്ട് ഓർ കറന്റ് ഇൻകം. കൺസെപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സമ്പൂർണ്ണ വരുമാനത്തെ അല്ലെങ്കിൽ നമ്മുടെ കൈവശം നിലവിലുള്ള വരുമാനത്തെ ആണ് കൺസെപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ കൺസെപ്ഷൻ ഫംഗ്ഷൻ, ആസ് ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ലെസ് പ്രൊപ്പോർഷണൽ റേറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസെപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു ലെസ് പ്രൊപ്പോർഷണൽ റേറ്റിലായിരിക്കും. ഒരിക്കലും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ കൺസെപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇൻകത്തെക്കാളും കുറഞ്ഞ അളവിൽ മാത്രമേ കൺസെപ്ഷനിൽ വർധനവ് ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം മൊത്തം നമ്മൾ ചിലവഴിക്കത്തില്ല. അത് കുറച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ദി റേറ്റ് ഓഫ് ഇൻക്രീസസ് ഇൻ ദി കൺസെപ്ഷൻ ഈസ് ലോവർ ദാൻ ദി റേറ്റ് ഓഫ് ഇൻക്രീസസ് ഇൻ ഇൻകം. അതായത് ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനേക്കാളും കുറവായിരിക്കും കൺസെപ്ഷനിലുണ്ടാകുന്ന വർധനവ്. എന്തുകൊണ്ടാണ്? ഏണിങ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം. ഇൻകത്തിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് കൺസെപ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറൻറ്റ് ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം. അഗ്രിഗേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺസെപ്ഷനാണ്. ഇത് എന്തിൻ്റെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത്? കറൻറ്റ് ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം, നിലവിലുള്ള ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം. ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ഫുഡ്, ഷെൽട്ടർ എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മൊത്തത്തിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇത് എഴുതുവാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. നമ്മുടെ കൺസെപ്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇതിൽ സി എന്ന് പറയുന്ന അഗ്രിഗേറ്റ് കൺസെപ്ഷനാണ്, എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസെപ്ഷനാണ്, ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, വൈ എന്ന് പറയുന്നത് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. ഈ എം പി സി എന്ന് പറയുന്നത് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആയിരിക്കും വരുന്നത്. ഓട്ടോണമസ് കൺസെപ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്മാൾ ലെറ്റർ എ ആണ് ഉപയോഗിക്കുന്നത്. ഓട്ടോണമസ് കൺസെപ്ഷൻ ഈസ് എ കൺസെപ്ഷൻ വെൻ ഇൻകം ഈസ് സീറോ. ഇൻകം സീറോ ആയിരിക്കുമ്പോഴുള്ള കൺസെപ്ഷനെയാണ് ഓട്ടോണമസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് തൊഴിലില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം വരുന്ന സമയങ്ങളിലും നമ്മൾ കൺസെപ്ഷൻ ചെയ്യാറുണ്ട്. അന്നേരം നമുക്ക് വരുമാനം ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. People take loans if they are unable to work for income, so autonomous consumption is not related to income. അതായത് ആളുകൾക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർ അവരുടെ കൺസപ്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓട്ടോണമസ് കൺസപ്ഷൻ എന്താണ്? നോട്ട് റിലേറ്റഡ് ടു ഇൻകം. ഇതിന് ഇൻകവുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എം പി സി ഇസ് ദി സ്ലോപ്പ് ഓഫ് ദി കൺസപ്ഷൻ ഫംഗ്ഷൻ ഇൻ ആബ്സലൂട്ട് ഇൻകം തിയറി. ആബ്സലൂട്ട് ഇൻകം തിയറിയിൽ കൺസപ്ഷൻ ഫംഗ്ഷൻ്റെ ഒരു സ്ലോപ്പായിട്ടാണ് എം പി സി പ്രവർത്തിക്കുന്നത്. എം പി സി ഈസ് കോൺസ്റ്റൻറ്റ് ആസ് ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? എം പി സി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് ഫിക്സഡ് ആയിരിക്കും. എം പി സി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൺസപ്ഷൻ ഫോർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം കൺസപ്ഷനിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എന്താണ്? ഇത് ഗ്രേറ്റർ ദാൻ 0യ്ക്കും ലെസ് ദാൻ 1നും ഇടയിലായിരിക്കും. എ പി സി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വൈ. എ പി സി ഈസ് മെഷേഴ്സ് ഓഫ് ഹൗ മച്ച് ഓഫ് എ പേഴ്സൺസ് ഇൻകം ഈസ് സ്പെൻഡ് റാദർ ദാൻ സേവ്ഡ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ അയാൾ എത്രയധികം ചിലവഴിച്ചു, സേവ് ചെയ്തതിനേക്കാൾ എത്രയധികം ചിലവഴിച്ചു എന്നതിനെയാണ് എ പി സി സൂചിപ്പിക്കുന്നത്. ദി വാല്യൂ ഓഫ് എ പി സി ഈസ് നെവർ 0. എ പി സിയുടെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. തന്നിരിക്കുന്ന ഗ്രാഫിലെ എക്സ് ആക്സിസിൽ ഇൻകവും വൈ ആക്സിസിൽ കൺസപ്ഷനുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 45 ഡിഗ്രി ലൈനിൽ കൺസപ്ഷൻ ഇസ് ഈക്വൽ ടു ഇൻകം ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ നൽകിയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് കൺസപ്ഷൻ ഫംഗ്ഷൻ്റെ ലൈനാണ്. അതെന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണ്. പിന്നെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓട്ടോണമസ് കൺസപ്ഷനാണ്. അതുകൊണ്ടാണ് അത് ഒറിജിന് തൊട്ട് മുമ്പ് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഒരിക്കലും ഓട്ടോണമസ് കൺസപ്ഷൻ 0യിൽ ആവില്ല. അതുകൊണ്ടാണ് അത് തൊട്ട് മുൻപിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റാർ ആണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ തിയറി എന്തായിരുന്നു? ആസ് ഇൻകം ഇൻക്രീസസ് കൺസപ്ഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ലെസ് പ്രൊപ്പോർഷണൽ റേറ്റ്. നമ്മുടെ ഈ കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മുകളിലോട്ട് കയറ്റി ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇൻകത്തിലുണ്ടാകുന്ന ഇൻക്രീസിൻ്റെ അത്രയും തന്നെ ഇൻക്രീസസ് എന്തിലുണ്ടാകുന്നില്ല? കൺസപ്ഷനിലുണ്ടാകുന്നില്ല. അതായത് ഇൻകം ഇത്രയധികം വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ കൺസപ്ഷൻ എന്താ ചെയ്യുന്നുണ്ട്? ഇത്ര അളവിൽ മാത്രമേ കൺസപ്ഷനിൽ വർധനവ് ഉണ്ടാകുന്നുള്ളൂ. അതൊരു ലെസ് പ്രൊപ്പോർഷണൽ റേറ്റിലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം. കെയ്നീഷ്യൻ കൺസപ്ഷൻ ഫംഗ്ഷൻ ഈസ് ലീനിയർ. കെയ്നീഷ്യൻ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ ആണ്. എ ഈസ് റെപ്രസെൻറ്റിംഗ് പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ്. എ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ് ആണ്. എ എന്തായിരുന്നു? ഓട്ടോണമസ് കൺസപ്ഷൻ ആണ്. വെൻ ഇൻകം ഇൻക്രീസസ് എ പി സി ഈസ് ഡിക്രീസിങ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്.
ഇനി ഫീച്ചേഴ്സ് ഓഫ് കെയ്നിയൻ കൺസപ്ഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൺസപ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ലെവൽ ഓഫ് കറണ്ട് ഇൻകം. കൺസപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? ലെവൽ ഓഫ് കറണ്ട് ഇൻകം, നിലവിലുള്ള ഇൻകത്തിൻ്റെ അളവാണ് എന്ത് ചെയ്യുന്നത്? കൺസപ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് റൺ കൺസപ്ഷൻ ഫംഗ്ഷനാണ്. MPC എന്ന് പറയുന്നത് 0യ്ക്ക് മുകളിലും അതേപോലെ തന്നെ 1ന് താഴെയുമായിരിക്കും. ഇത് MPC ഈസ് ദി ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി APC ഈസ് ഡിക്രീസസ്, ഇൻകം ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു APC ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഷോർട്ട് റൺ MPC എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി MPC ഈസ് ലെസ് ദാൻ APC. MPC എന്താണ്? APC എന്താണ്? MPCയേക്കാൾ ലെസ് ദാൻ ആയിരിക്കും.